കൃഷ്ണമൂർത്തിക്ക് പകരം ഞാൻ സംസാരിക്കാം. കാരണം ഒരു കഴിഞ്ഞ 12 ദിവസം മുൻപാണ് ഗോകുലം ഗോപാലൻ സാർ ഞങ്ങളുടെ ഈ സിനിമയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. ആ സമയം മുതൽ ഇന്ന് വരെ ഗോപാലൻ സാറിന് വേണ്ടി ശരിക്കും കൃഷ്ണമൂർത്തിയാണ് എൻ്റെ കൂടെ ചേർന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ സാറിനെയും ഈ സമയത്ത് ഓർക്കുന്നു, ഗോകുലം ഗ്രൂപ്പിനെല്ലാം ഓർക്കുന്നു. അതുപോലെ കൃഷ്ണമൂർത്തി വളരെ സ്നേഹത്തോടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. ദിസ് ഷോസ് ദ സ്ട്രെങ്ത്. കാരണം ഈ ഒരു ടീമിന്റെ ആ ഒരു യൂണിറ്റി കാണിക്കുന്നത് തന്നെയാണ്. കാരണം അവിടെ മുറിച്ച് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷെ ഞാൻ സംസാരിക്കാം. ആൻഡ് ഐ തിങ്ക് ഒരു നല്ല കൈഡി കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും. ആൻഡ് അടുത്തതായിട്ട് ആരിലേക്ക് പോകണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ലൂസിഫർ എന്നുള്ള ഒരു സിനിമയിൽ നമ്മൾ 5 വർഷം പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ആ സിനിമ അത്രയും വലിയൊരു ഹിറ്റായിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുമ്പോഴും അതിൽ നമ്മൾ ആരും മറക്കാത്ത കുറച്ച് ഡയലോഗുകളുണ്ട്. ആൻഡ് അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ഗോവർദ്ധൻ സാറിന്റെയാണ്. ആ ഒരു ഡയലോഗ്, ആ ഒരു ഇൻട്രോ എനിക്ക് തോന്നുന്നു ഏതൊരു ക്യാരക്ടർ റോളിലും അവരെ സംബന്ധിച്ച് ഉള്ള ഒരു സ്വപ്നം തന്നെയായിരിക്കും അങ്ങനത്തെ ഒരു 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 ഇൻട്രോ സ്റ്റൈൽ. ആൻഡ് ദാറ്റ് വാസ് really amazing. We are very happy to have you here. Thank you. And എന്താണ് ഇവിടെ കൊച്ചിയോട് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ നമ്മളുടെ ഈ ക്രൗഡിനോട് പറയാനുള്ളത് with just a few hours for the movie to release? Thank you. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ചടങ്ങിൽ വന്ന് പങ്കെടുത്ത് ഇങ്ങനെ ഒരു ഗുഡ് കോസിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. താങ്ക്സ് ടു മനോരമ ഓൺലൈൻ ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗോവർദ്ധന്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് മേ ബി ഇപ്പോൾ 10 മണിയായി, 6 മണിക്കാണ് ആദ്യത്തെ ഷോ. ഞങ്ങൾ എല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ചത്. അത് ലൂസിഫർ കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന്റെ 2ാം ഭാഗമായ എംപുരാൻ വന്നപ്പോൾ അതിൽ ഗോവർദ്ധന്റെ തിരിച്ചുവരവും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനും ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടനും രാജുവും സംസാരിച്ചു കഴിഞ്ഞു. സോ അധികം സംസാരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദ ഫിലിം ആൻഡ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. ഇതിലൂടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലൈവ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 9 മണിക്കൂറൊക്കെ ബാക്കിയുള്ളൂ. ഇവിടെ കൊച്ചിക്ക് വേണ്ടി നമുക്ക് 9 മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ലൈവ് പോകാൻ പറ്റുമോ? ആ ഒരു ഡയലോഗ് അതിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ ആ ഡയലോഗ്സ് കേൾക്കാമല്ലോ. നമുക്കൊന്ന് കേൾക്കണ്ടേ? ലൈവായിട്ട് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില രഹസ്യങ്ങളാണ് ലൈവിലുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. നാളെ രാവിലെ പറ്റില്ല. ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് കിട്ടണില്ല. സോ എനിവേ താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ലൂസിഫറിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഡയലോഗിൽ ഇതുപോലെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗില് ചുമ്മാ വേറെ ലെവലെന്ന് നമ്മൾ പറയില്ലേ. ഇവിടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ആ സിനിമയിൽ കൊണ്ടുവന്ന ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ്, ആ ഒരു പെപ്പർ വൈറ്റ് ലുക്കിൽ പോലും യു ആർ ലൈക്ക് സിംപ്ലി അമേസിങ്. ആൻഡ് നമുക്ക് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കേരളത്തിന്റെ തരുണീമണികളുടെ സ്വന്തം ടൊവിനോ തോമസ്. എല്ലാവർക്കും നമസ്കാരം. അതെങ്ങനെ തരുണീമണികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത്, വേറെ എന്നെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരൊന്നും. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ എന്നെയും ഭാഗമാക്കിയതിന് രാജുവേട്ട, മുരളിച്ചേട്ട, ആന്റണി ചേട്ട, ലാലേട്ട എല്ലാവർക്കും നന്ദി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇന്ദിരേട്ടൻ്റെയും മഞ്ജുച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. വേറെയും ഒരുപാട് പേരിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാസ്റ്റിംഗ് ക്രൂ ഗംഭീര കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. എന്നെയും ഇതിൻ്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. 10 മണിയായി. ഇനി രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. ആരും ഉറക്കം കളയരുത്, നന്നായി ഉറങ്ങണം. എന്നാലാണ് നാളെ രാവിലെ പടം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് പോയാലും ഫോണിൽ കുത്തിക്കളിച്ച് സമയം കളയരുത്, സുഖമായി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പടം കാണാൻ വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ, ലവ് യു സോ മച്ച്. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് ഒന്നുകൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട്
അഭിനന്ദനങ്ങൾ. അത് അനുകരണീയമാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ അമ്മ പോലും നമ്മൾ ഉപദേശിക്കില്ല. അത്ര സ്നേഹമായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഇവിടുന്ന് കേട്ടൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ആ ഒരു ചോദ്യം അല്ലേ? ആ ഒരു ചെറിയ കോട്ടിന്റെ കഥ അല്ലെ, വില്ലനാണോ എന്നുള്ളതാണ് ഞാനിപ്പോ അവിടുന്ന് കേട്ട ചോദ്യം. ഞാൻ വില്ലൻ ഇവനെ കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി ഉപദേശിച്ചിട്ടും വില്ലനാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ അല്ലെ? പക്ഷെ ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയൂ അല്ലേ? ടോയ്, ഇപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ ഉപദേശം കഴിഞ്ഞു. പക്ഷെ when we are talking about ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ആൻഡ് യുണൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നു എല്ലാവരും സിനിമയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ടു ദ പീപ്പിൾ ടു ലുക്ക് ഫോർവേഡ് ടു, അതിൽ എപ്പോഴും ഫിറ്റ്നസിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് സ്റ്റാൻഡിങ് അവേ ഫ്രം ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ഓൾ. സോ എന്താണ് ആ ഒരു ആംഗിളിൽ വാട്ട്സ് യുവർ ടോക്ക് ടു ദം? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഇങ്ങനെയുള്ള ലഹരികളുടെ ആവശ്യമില്ല. അത് ജീവിതം തന്നെയാണ് ലഹരി. ജീവിതത്തിൽ നമ്മുടെ ആ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആനന്ദം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. അത് പ്രത്യേകിച്ച് ഈയിടെയായിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടു സിന്തറ്റിക് ലഹരിയെ പറ്റി. അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ്. അത് ഇപ്പോൾ അതിനെതിരെയുള്ള ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും നടക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോടെ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ലോഡ്. ഇപ്പോ എല്ലാവരും ഉറക്കം കളയാണ്ട് തിയേറ്ററിൽ എത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സീൻ അത് ആ ഒരു ഡയലോഗ് സീനാണ്. അപ്പോ നാളെ അങ്ങനെ ഏതെങ്കിലും ഒരു ഡയലോഗിൽ തിയേറ്റർ തൂക്കുമോ? ഇത് അതിനേക്കാൾ വലിയൊരു പടമാണ്. രാജുവേട്ടനത് ചെറുതെന്നൊക്കെ പറയാം, പക്ഷെ ഞാനിതിന്റെ കണ്ടിടത്തോളം ഇത് വലിയൊരു പടമാണ്. അപ്പൊ അത് അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. താങ്ക്സ് ലോഡ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. ഇവിടുന്ന് കുറെ നേരമായിട്ട് അവർ പറയാണ് മഞ്ജു ചേച്ചിനെ വിളിക്ക്, മഞ്ജു ചേച്ചിനെ വിളിക്ക്. ഇനി വിളിച്ചില്ല എന്ന് വേണ്ട. സോ വി ഹാവ് നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ. സോ മഞ്ജു ചേച്ചി ടു ദ ഗ്യാദറിംഗ്. നേരം വൈകിയെന്നറിയാം. എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ഇവിടുത്തെ ബ്രില്യൻറ്റ് ഡ്രോൺ ഷോ ഡിസ്പ്ലേ ചെയ്ത ഡ്രോൺ ഓപ്പറേറ്റിംഗ് ടീമിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് എമ്പുരാൻ എന്ന വലിയ ഒരു ഭാഗ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് രാജുവിനോടും ശ്രീ മുരളി ഗോപിയോടും ആന്റണി ചേട്ടനോടും ഗോകുലം ഗോപാലൻ സാറിനോടും സർവോപരി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, ഒരു മുഹൂർത്തമാണിത്. നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം, ആസ്വദിക്കണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. തീർച്ചയായിട്ടും. ആൻഡ് ഒരു ഒറ്റ കാര്യം കൂടി, കാരണം നമ്മള് ലാലേട്ടനിൽ തുടങ്ങി. പക്ഷെ ലാലേട്ട, ഞങ്ങൾ നാളെ തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ അബ്രഹാം ഖുറേഷിയാണോ? ഈ രണ്ടു പേരെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ്. അതിൽ സ്റ്റീഫൻ ഇല്ല, അതിൽ ഖുറേഷി ഇബ്രാഹിം ഇല്ല. യു വിൽ ഓൾവേസ് അത് ഇഷ്ടപ്പെടാൻ പോകുന്ന അതിൻ്റെ ക്രാഫ്റ്റാണ്. ആ സിനിമയുടെ അവസാനമാണ്. കാര്യം ആ സിനിമയുടെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട്. ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാം, ഉറക്കം പോട്ടെ എന്ന് വെച്ചത്. അല്ല, ഒരു ചെറിയ പരിപാടി ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. സോ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വി ഹാവ് small program that is launching. It's going to be a revolution. ഇനി കുട്ടികൾ എല്ലാവരും they are making a declaration saying no to drugs. ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി they are making a good initiative. So രണ്ടുപേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We have Mr. Tom Joseph and also inviting the Vice Chancellor. So രണ്ടുപേരും വേദിയിലേക്ക് എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. And here it is all about say yes to life and no to drugs. So നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഇറ്റ് ഈസ് എ റെവല്യൂഷൻ. ആൻഡ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് they are taking an oath to say yes to life and no to drugs. And ഇതോടൊപ്പം തന്നെ it's not just
ജെയിൻ യൂണിവേഴ്സിറ്റി. നമ്മളോടൊപ്പം യുണൈറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് കേരള പോലീസ് ആൻഡ് ദ ഫസ്റ്റ് ലൈൻ വാരിയേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരോടൊപ്പം ഇൻഫോ പാർക്ക് ജനമായി 3 പോലീസ് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദം വി ഹാവ് ദ ഇൻഫോ പാർക്ക് SHO സജീവ് കുമാർ JS ആൻഡ് ഇൻഫോ പാർക്ക് ജനമായി 3 ബീറ്റ് ഓഫീസർ ബിജു P വർഗീസ്. Thanks a lot. And now inviting GCC Cup and Finance Ahmed, the convener GCC Cup. Power Group UAE, our Prathama football tournament. They are also telling the same thing. Say no to drugs and yes to games. So, Vedi Leke Swagatam Chigana once again. Finance Ahmed. And one more thing, ഇവിടെ നമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട് ജസ്റ്റ് ബിഫോർ യു ആർ ലിവിംഗ്. അത് ലാലേട്ടനോടുള്ള സ്നേഹമാണ്. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ഹാവ് ക്രിയേറ്റീവ്ലി മെയ്ഡ് എ ബോട്ടിൽ ആർട്ട്. സോ പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ ബിലീവ് ദ പേഴ്സൺ ഇസ് സംവെയർ അറൗണ്ട് ആ ഒരു ബോട്ടിൽ ആർട്ട്. ഓ യെസ്. ലാലേട്ട ഒരുപാട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. Ladies and gentlemen, can we have a big round of applause? And this tells, say no to drugs and work on art, work on movies, work on your hobbies. So ഇനി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി കൂടെ ഉണ്ട്. I know you have to go because നമ്മൾ ലേറ്റ് ആണ്. പക്ഷേ the thing is, ഇന്നിവിടെ നടന്ന ഈ ഒരു ഡ്രോൺ ഷോ and that is going to be the part of something really big. നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറുകയാണ്. ഫോർ ദിസ് ഇസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു ഡ്രോൺ ഷോയ്ക്ക് വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ വിറ്റ്നസിംഗ് ഇറ്റ് ആൻഡ് വി ആർ ഹാവിംഗ് ദി വേൾഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും നമ്മൾ കയറുന്ന ആ ഒരു നിമിഷം അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ നർവിജയ് യാദവ്. With 36 years of experience as an editor, columnist, author, the founder of the Virtual Newsroom, editor of India Book of Records, and he is also the one who roams around and do the judgments for the same thing for Asia and India Book of Records. So inviting you, sir, with lot of respect, and over to you. So there we go. So we are all really waiting to listen to your words. If a dream is gonna be true this night out here in Kochi. And let me also invite Mr. Santosh, Manorama online editor, to come and join us to this moment. Good evening. Myself Navijay Yadav. I am adjudicator from India Book of Records and Asia Book of Records. This is a proud moment for all of us that Kochi has for the first time seen such a wonderful drone show. India Book of Records has more than, this is the only reputed record keeping organization in India which is associated with Asia Book of Records, which includes many countries of Asia. So today I am going to announce this record, maximum participants witnessing an anti-drug awareness drone show at a university campus. Many congratulations to Jain
University Kochi and Panorama Online and other organizers and the film team. You made this night a wonderful and memorable occasion. So many congratulations and all the best. Now let's There we go, Kochi. Can we have a big round of applause? Because we have just got into the India Book of Records. And we have Professor Dr. J. Lata, Pro Vice Chancellor, Jain University, receiving it. Thank you, and let's move on to the next one. And there we have the Asia Book of Records. The record for the maximum number of participants to witness an anti-drug drone show in a university. Congratulations to the director, Jain University, Tom Joseph. And also to Mr. Santosh George Jacob, the coordinating editor, Manorama Online. Thanks a lot. And Laleta, പോകുന്നതിന് മുമ്പ് ഇവിടെ we have a magic set for you. ഒരുപാട് നേരത്തെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമാണെന്ന് അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും. റുബിക്സ് ക്യൂബിൽ തീർത്ത ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 2 വാക്ക് പറഞ്ഞാൽ he'll be very happy. ഞാൻ വന്നപ്പോഴേ കണ്ടു. ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. താങ്ക് യു വെരി മച്ച്. എനിക്ക് എടുത്തോണ്ട് പോയത് താങ്ക് യു. ഞാൻ വെറുതെ പറഞ്ഞ ഗുഡ് ക്രിയേറ്റിവിറ്റി. വിഷ് ഓൾ ദി ബെസ്റ്റ്. വാട്ട്സ് യുവർ നെയിം? താങ്ക് യു അജയ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ഒരു റിക്വസ്റ്റ്, ഞങ്ങളൊന്ന് മനസ്സമാധാനമായിട്ട് കാറിലോട്ട് പോയിക്കോട്ടെ. സോ താങ്ക് യു വെരി മച്ച്. കാര്യം വി ഹാവ് ടു ഗോ. ആൻഡ് ടോമി, നമുക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു സെൽഫി വേണം എല്ലാവരുടെയും കൂടെ. ഒരു സെൽഫി വീഡിയോ പോകാമോ? ക്യാൻ വി ഡു ദാറ്റ്? ഒരു സെൽഫി വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പെട്ടെന്ന് നമുക്ക് കാണാൻ നോക്കാം. ഒന്ന് ഓഡിയൻസ് ലൈറ്റ് കൂടി ഒന്ന് കൊടുക്കാം. ഉള്ള മാക്സിമം ലൈറ്റ് ഒന്ന് നമുക്ക് നോക്കാം. വിത്ത് എവറിബഡി ഹിയർ. So ladies and gentlemen, Kochi, let us show some love. Toru angadu vera namukku ellarum. Yes. Toru korchonne ingotu varum. Ivide ഏറ്റവും എനർജി ഉള്ള ഒരു group of people. So once again to the entire team, we know we took a lot of time, but we're very sorry for that. But it's all about a grand celebration. We are all set for tomorrow. Thanks a lot for coming. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെറും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമാണ്. നാളെ രാവിലെ